നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ 90% ഭാഗവും തയ്യാറാക്കി കഴിഞ്ഞുവെന്നും ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകാനുള്ള നീക്കം ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേലും ഹമാസും കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യസ്ഥ വഹിക്കുന്ന ഈജിപ്തും ഖത്തറും വഴി കരാറിലേക്ക് വേണ്ട കൂടുതൽ നിർദ്ദേശങ്ങൾ കൈമാറുമെന്നും ആന്റണി ബ്ലിങ്കൻ പറയുന്നുണ്ട്. കരാറിന്റെ 90% തയ്യാറായി കഴിഞ്ഞുവെന്നും ആന്റണി ബ്ലിങ്കൻ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് നിഷേധിച്ചിരുന്നു. കരാറിന് അന്തിമ രൂപമായിട്ടില്ലെന്നും ഉടമ്പടിയിൽ ഒപ്പിടുന്നത് ഉടൻ സാധ്യമായേക്കില്ലെന്നാണ് നെതന്യാഹു പറഞ്ഞത്. പിന്നാലെയാണ് ഹെയ്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ ഇക്കാര്യം ആവർത്തിച്ചത്. ഇതുവരെ നടന്നതിൽ നിന്നുള്ള വിലയിരുത്തലുകളിൽ നിന്നായി കരാറിന്റെ 90% പൂർത്തിയായെന്നും ഇരുപക്ഷത്തിനും ഇത് സ്വീകാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു. വെടിനിർത്തൽ കരാർ എത്രയും വേഗം നടപ്പിലാക്കാനാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോഴും അന്തിമമായിട്ടില്ല. കാരണം ഇരു കൂട്ടരും ഇത് അംഗീകരിക്കണം. ഇനിയും ശേഷിക്കുന്ന വിഭാഗങ്ങളിൽ കൂടി ഇരുപക്ഷത്തിന്റെയും സമ്മതം ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ശ്രമം നടത്താതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കാമെന്നും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിന്റെ പിടിവാശി കാരണമാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും ഒരു തിരിച്ചടിയായത്. മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്നിട്ടുള്ള കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കം തുടരുമെന്നും അമേരിക്ക അറിയിച്ചു. ഫിലാഡൽഫി ഉൾപ്പെടെ മുഴുവൻ ഗാസയിൽ നിന്ന് പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെങ്കിലും നെതന്യാഹു മാത്രമാണ് വഴങ്ങാത്തത്. ഇന്നലെ രാത്രി വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു. അതേസമയം ഭാഗിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നാണ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഇസ്രായേലിന് മേലുള്ള സമ്മർദ്ദം തുടരുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കുകയെന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ മാത്രമല്ല ഒരു വിദേശ സേനയെയും ഗാസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ്. പൂർണ്ണമായി സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ടെലാവീവിലും ജെറുസലേമിലും ഇന്നലെയും ആയിരങ്ങൾ തെരുവിലിറങ്ങി. 6 ബന്ദികളുടെ മൃതദേഹം ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയതോടെയാണ് രാജ്യത്ത് പ്രക്ഷോഭം രൂക്ഷമായത്. കൊല്ലപ്പെടുന്നതിന് മുൻപ് അമേരിക്കൻ ബന്ദിയായ ഹിർസ് ഗോൾഡ്ബർഗ് നൽകിയ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടു. ബന്ദികളുടെ മോചനത്തിനായി പോരാട്ടം തുടരണമെന്ന് ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെടുന്നതാണ് വീഡിയോ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇതിനിടെ ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുകയാണ്. ഇസ്രായേൽ ജെനിൻ, തുൽക്കറാം, ദുബാസ്, ഹെബ്രോൺ എന്നിവിടങ്ങളിലും നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്.